ഹായ് യുഎസ് ഞങ്ങൾ പാൽക്കപ്പ ചെയ്യാൻ പോവാണ്. അപ്പം കപ്പ കഴുകി എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് കൊത്തിന്ന് ഈ ഈ ഈ ഈ അളവിന് മതി കേട്ടോ. കപ്പ കൊത്തി ഇളക്കുന്നത്. കൊത്തി ഇളക്കിയതിന് ശേഷം കപ്പയുടെ വേരിങ്ങനെ വരും കേട്ടോ. അത് നമ്മളെടുത്ത് മാറ്റുക. ഗ്യാസ് ഓൺ ചെയ്യുകയാണ്. ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കഴുകി ആക്കിയിട്ടുണ്ട്. കപ്പ വേവിക്കാൻ വെച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ കിഴങ്ങ് അടുപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഈ പരുവത്തിന് വേവിച്ചെടുക്കണം. നല്ല വെന്ത് പറയാൻ പാടില്ല. പരുവത്തിന് വേവിച്ചെടുക്കണം. കുറച്ച് വയ്ക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അരമുറിയും അടുത്ത ശകലം തേങ്ങ കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇത് രണ്ടാം പാല്, ഇത് ഒന്നാം പാല്. അപ്പോൾ നമ്മൾ ആദ്യം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ആകുമ്പോൾ തവ വരുമ്പോൾ തന്നെ ഈ തവ വരുമ്പോഴേക്കും ലൈറ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ പച്ചമുളക് ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ചതച്ചിടാം. ഞാൻ പരിഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. ഇഞ്ചി ഒരു കാത്തൊരു ശകലം ഇഞ്ചി അതിനെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് ചെറിയ ഉള്ളി. അപ്പോൾ ഈ 3 ഐറ്റം ഇതിനോട് ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇഞ്ചി പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം ഇതിലോട്ടൊന്ന് ഈ പച്ചമുളക് ഇഞ്ചിയും ഉള്ളി ചെറിയ ഉള്ളി ഇതിൽ നല്ല വേതാണ്. ഇത് കപ്പ നല്ലവണ്ണം വെന്ത് നല്ല മഷി വേണ്ട. വെന്ത് ശാല കുറയണം. നമ്മൾ ഇളക്കുമ്പോൾ ശാല കുറയാൻ കണക്കിനെ വേവിച്ചിടണം. വേവുന്നുണ്ട്. കപ്പ വേവുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വെന്ത കപ്പയാണ്. ശാല കൂടി ഇപ്പോൾ ഒന്നാം പോലെ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പോലെ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം. ശാല കുറുകി വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് കുറുകി വരുമ്പോൾ ചെറിയ രീതിയിൽ തിള വന്നിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങി വയ്ക്കുകയാണ്. ഞങ്ങൾ കടലിൽ പോകണം. എങ്ങനെയാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കറി വെച്ചിട്ടുണ്ട്. കടുക് വരുന്നുണ്ട്. അത് കുറച്ചാൽ നമുക്ക് കെട്ടി ഇങ്ങനെ ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ കരിവേപ്പിലയാണ്. ചെറിയ ഉള്ളി നല്ല കാറ്റുണ്ട്. കാറ്റ് വെച്ച് ചെറിയ ഉള്ളി കലം മൂക്കാണ്. അത് വരണ്ടി എല്ലാം മൂക്ക് ചെറുതാണ്. പച്ചമാവ് ചേർക്കാൻ പച്ചമാവില്ല. പച്ചമാവില്ലാതെ പച്ചമാവ് ചേർക്കാതെ ഇങ്ങനെ കണക്കൊക്കെ തയ്യാറായി വരുന്നുണ്ട്. ഇതിലേക്കുണ്ട് ഇത് ചുമന്ന് വന്നിട്ടുണ്ട്. ഈ പാത്രത്തിലോട്ട് ചിലർ കൂടുതൽ ചേർക്കും. പഴയ മുഴുവൻ ചേർക്കാറുണ്ട്. ചേർക്കുമ്പോൾ ചേർക്കാറുണ്ട്. ഉരുള ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചേർക്കുന്നില്ല. പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. കാണിച്ചു തരാം. അങ്ങനെ സ്വാദ് അറിയാം. പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ പാൽക്കപ്പ ചൂടാവി ചൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഇതൊക്കെ കഴിക്കേണ്ടത് മീൻകറി ചാള മീൻകറി, പിന്നെ ബീഫ് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീഫ് റെഡിയായില്ല. ഞാനെല്ലാം വെച്ചത് നിങ്ങൾ സ്വാദ് കാണിച്ചു തരികയാണ്. നന്നായിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാം. ഞാൻ കാണിച്ചതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.